നടുക്കം മാറാതെ രാജ്യം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഉള്ളുലഞ്ഞ് രാജ്യം. ദുരന്തത്തിൽ 290 പേരാണ് മരിച്ചത്. അപകടസ്ഥലത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. തിരിച്ചറിഞ്ഞ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. തകർന്ന ഹോസ്റ്റലിൽ നിന്ന് കാണാതായ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അപകടസ്ഥലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അഹമ്മദാബാദ്. സ്ഫോടന ശബ്ദവും ഫയർ എഞ്ചിനുകളുടെയും ആംബുലൻസുകളുടെയും ശബ്ദവും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുവെന്ന് നാട്ടുകാർ. ദുരന്തഭൂമിയിലെ തിരച്ചിൽ തുടരുകയാണ്. കണ്ടെത്തിയതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി തുടങ്ങി. മരിച്ചവരുടെയും കാണാതായവരുടെയും ബന്ധുക്കൾ സിവിൽ ആശുപത്രിയിൽ കണ്ണീരോടെ കാത്തുനിൽക്കുകയാണ്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധന നടത്തും. DNA സാമ്പിൾ നൽകുന്നതിന് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിച്ചു. വിമാനം ഇടിച്ചിറങ്ങി തകർന്ന ഹോസ്റ്റലിൽ കാണാതായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിദ്യാർത്ഥികളും ഹോസ്റ്റൽ ജീവനക്കാരും ഉൾപ്പെടെ 45 പേർ ചികിത്സയിലുണ്ട്. സ്റ്റുഡൻസിൽ തന്നെ പലരും മിസ്സിംഗ് ആണ്. ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ മിസ്സിംഗ് ആണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റണില്ല. ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്നറിയില്ല. അതുപോലെ മിസ്സിംഗ് ആയ ആൾക്കാരുടെ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ DNA മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന്. PG ചെയ്യണ ആൾക്കാരിൽ ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് SR വരെ ആണെങ്കിൽ ഒരു 60 പേര് പഠിക്കുന്നുണ്ട്. നിരവധി പ്രദേശവാസികളെയും കാണാതായെന്ന റിപ്പോർട്ടുകളുണ്ട്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരുന്നു. അപകടസ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെയും പ്രധാനമന്ത്രി കണ്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ സംഘങ്ങൾ ഈ ദുരന്തഭൂമിയിൽ നേരിട്ടെത്തുകയും ഇവിടെ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്തു. ദുരന്തഭൂമിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.